This is one of the last places in India that feels truly untouched and raw. Welcome to Arunachal Pradesh. കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ ഞാനൊരു 2 തവണയായിട്ടാണ് അരുണാചൽ പ്രദേശിൻ്റെ ഈ മനോഹരമായ ഡെസ്റ്റിനേഷൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്തത്. നിങ്ങൾ അരുണാചലിൻ്റെ ഒരുപാട് വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ തവണ കാണിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അരുണാചൽ പ്രദേശിൻ്റെ ഒരു അടിപൊളി ഒരു സീരീസാണ്. നെക്സ്റ്റ് ഒരു 10-12 എപ്പിസോഡുകളായിട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ ഇഫ് യു ആർ സമ്മൺ ഹു ലവ് ഡിസ്കവറിങ് ദ പ്ലേസസ് ബിയോണ്ട് ഓർഡിനറി, സംതിങ് റിയലി എക്സ്ട്രാ ഓർഡിനറി, അങ്ങനെയുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈ സീരീസ് ഇഷ്ടം. സോ ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി. ഒരു എപ്പിസോഡ് മിസ്സാക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ടു അവർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് അരുണാചൽ സീരീസ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. ബിക്കോസ് എന്താ പറയുക, സ്ഥിരം വരുന്ന ഫ്ലൈറ്റ് യാത്രയൊക്കെ പൂർപ്പെടുന്നത് വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗുവാഹട്ടി എയർപോർട്ടിലെത്തി. ഫ്രം ഹിയർ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ട്രിപ്പാണ്. നമ്മളിപ്പോൾ 2 പേരാണുള്ളത്. 2 പേരോട് രാത്രി ജോയിൻ ചെയ്യും. 11:30 ഫ്ലൈറ്റിന് ബാംഗ്ലൂരിൽ നിന്നും ഒരാൾ മുംബൈയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി നേരെ പോയി നമ്മുടെ കാറ് ബുക്ക് ചെയ്ത ആൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു XUV 700 ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് സെൽഫ് ഡ്രൈവിംഗ് ട്രിപ്പിനോട് താല്പര്യം. ഹായ്, हम 2 लोग हैं बट 2 लोग नाइट आएगा. वेरिफिकेशन बाहर में करके हैंड ओवर कर देगा. बाहर में हैंड ओवर करेगा. ഓക്കെ ഡേ. വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ഇതാണ് നമ്മൾ വണ്ടി ഇരിക്കുന്നത്. അടുത്ത 12 ദിവസം ഇതായിരിക്കും നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടി പുള്ളി പുറത്ത് വെച്ച് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. റേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ നേരെ ഡെക്കാത്ലോണിനായിട്ട് പോകുന്നത്. മാക്കോസുന MACO अच्छा है. अच्छा है और अच्छा जगह बहुत ऑफ बीट प्लेस है. ऑफ बीट प्लेस है. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള ഗുണങ്ങൾ. ഇവിടെ വന്നാലോട് ചോദിച്ച് പോവാം. അപ്പോൾ നമ്മൾ വണ്ടി ഡെക്കാത്ലോണിൽ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. 12,000 കിലോമീറ്റർ ആയിട്ടു, 12,000 കിലോമീറ്റർ ആയിട്ടു. ചെറിയ ഒന്നുകൂടെ ഉറച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ ഒന്ന് നോക്കുക. നമ്മൾ ഫുൾ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ അവർക്ക് ചെയ്തു കഴിഞ്ഞു. 100% അഡ്വാൻസ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ പേയ്മെന്റും ചെയ്തു. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ഫ്രണ്ട് കോട്ടൺ ഡെക്കാത്ലോണിലുണ്ട്. പുള്ളി പറഞ്ഞിട്ട് നമുക്ക് ഗുവാഹട്ടി ഡെക്കാത്ലോണിൽ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഇവിടുന്ന് പിക്ക് ചെയ്യും. ബാക്കി എൻ്റെ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓൾറെഡി 8 o'clock ആയി. 9 o'clock ഡെക്കാത്ലോൺ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഡിന്നർ കഴിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. വണ്ടി കൊണ്ട് പോകുന്നത് അറിയാൻ വേണ്ടി പുള്ളി ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണം. ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഈ ഒരു ചെയർ 2 എടുത്തു. ഈ ഒരു ടേബിൾ നമ്മൾ 1 എടുത്തു. ഈ ഒരു ചെയർ 2 എടുത്തു. ഈ ഒരു ടെന്റ് ഉണ്ട്. ഈ ഒരു ടെന്റ് നമ്മൾ 1 എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ശരിക്കും ഒരു സ്റ്റവ് കൂടി വേണമായിരുന്നു. ബിക്കോസ് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും ടീ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കുറേ കോണ്ടന്റ് എല്ലാം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റവ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇനി അത് ഗുവാഹട്ടി ടൗണിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നേരെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതൊക്കെ സാധനങ്ങൾ കൊടുത്ത് ബില്ലിയല്ല, ഇത് നമുക്ക് ഞങ്ങൾ ഡെക്കത്തിനൊരു ടൈപ്പാണ്. സാധനങ്ങളെല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡീല്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ടേബിള്, ഈ 2 ചെയർ, പിന്നെ അതിലോ ടെന്റ്, പിന്നെ ഈ 2 ചെയർ. നമ്മൾ വണ്ടി എടുത്തു. ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്തു. ഒന്ന് വണ്ടിയായിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഡീസൽ അടിക്കാൻ വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ 89 രൂപയുള്ളൂ ഡീസലിന്. അതെന്തായാലും നല്ല പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ 96 രൂപയല്ലേ, ഇവിടെ 89 രൂപ 42 പൈസ. അതാണ് ഇന്നത്തെ ഡീസൽ റേറ്റ് ഇവിടുത്തെ. നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇനി അറിയില്ല. പക്ഷേ ഞാൻ ഡെക്കാത്ലോണിൽ ഒരാളെ പരിചയപ്പെട്ടു. ആളുടെ വീട് റിയോൺ ആ സ്ഥലത്താണ്. ആ പറയാൻ പോകുന്ന വഴിയിൽ അത്യാവശ്യം പമ്പുകളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ക്യാനിൽ ക്യാരി ചെയ്യാന്ന് വിചാരിച്ചിരുന്നത്. കാലം ക്യാൻ ക്യാരി ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് 2 പേര് വരാണ്ട് അവരോട് ഡിസ്കസ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഇരിക്കാം. നമ്മൾ ഡീസൽ ഫുൾ അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. 2,400 രൂപയുള്ളൂ 2 ബെഡ്റൂമിന്റെ വില്ലേക്ക്. 2,417 രൂപ കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇവിടെ 1.5 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്യും. പോകുന്നേക്കാൻ മുന്നേ ഫുഡ് കഴിക്കും. ഫുഡും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. നമ്മളിനി നാളെ രാവിലെയാണ് നമ്മൾ ഇനി വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു. ഒരു 5 മണിക്ക് എഴുന്നേറ്റു, കുളിച്ചു, റെഡിയായി. 5:45 ഇപ്പോൾ നമ്മളിനി ഇവിടുന്ന് യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആള്. ദിസ് ഈസ് മിസ്റ്റർ KP. അതൊന്നും പ്രശ്നമല്ല. പിന്നെ ഇതാണ് നമ്മുടെ ബാഗ്. ഇത് ഒജിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാഗാണ്. ഇത് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് എല്ലാ ബാഗും ഇവരുടെ തന്നെയാണ് കേട്ടോ. നൈസ്. ഇത് ഒരു അടിപൊളി സാധനമാണ്. എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. ബട്ട് സ്റ്റിൽ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണെങ്കിൽ ഒന്നുകൊണ്ട് പറയല്ല. സംഭവം ശരിക്കും നല്ല സാധനമാണ്. ഇനിയും ഒരു 4 ബാഗ് വീട്ടിലിരിക്കുന്നുണ്ട്. എനിക്ക് തന്നിട്ട് 1-2 വർഷമായിട്ട്. എൻ്റെ റീസണിൽ എല്ലാ ട്രിപ്പുകൾക്കും ഈ സാധനം യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ കാർ കേട്ടോ. ഇന്ന് നമുക്ക് ഭയങ്കര ഒരു ലോങ് ഡ്രൈവാണ്. സോ ബേസിക്കലി ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ യാത്രയായിരിക്കും. നമുക്ക് പോകേണ്ട സ്ഥലം അനിനി എന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ബാക്കിലെ ചേട്ടൻ ചോദിച്ചു എന്നോട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അനിനി അതേത് സ്ഥലം. ബേസിക്കലി ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ഈ സ്ഥലം അധികം അറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പോപ്പുലറായി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഓഫ് ബീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ തവാങ്ങോ സീറോ വാല്യൂ അങ്ങനെ സ്ഥലങ്ങളൊന്നും നമ്മൾ പോകാൻ ചാൻസ് ഇല്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഓഫ് ബീറ്റ് അരുണാചലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേര് നോട്ട് ഓൺ ദ മാപ്പ് പോലെ തന്നെ കംപ്ലീറ്റ്ലി ഓഫ് ബീറ്റ് ആയിട്ട് സ്ഥലമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മൾ ഡെഫിനറ്റ്ലി നിർത്തില്ല. അപ്പോൾ നമ്മളിന്ന് റോയിങ് എന്നൊരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ദിർബുഗർ എന്നൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ 10-14 മണിക്കൂറായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എവിടെയെങ്കിലും എത്തും. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, ബിക്കോസ് കുറേ ദൂരമുള്ളതുകൊണ്ട് വണ്ടി ഓടിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെത്തും. അപ്പോൾ നമ്മളവിടെ റൂം ബുക്ക് ചെയ്യും. അതാണ് ഇന്നത്തെ പ്ലാൻ. നമ്മളൊരു പുതിയ ആളും കൂടി പരിചയപ്പെടുത്തി തരാം. ഇതാണ് മിസ് ചിഞ്ചു റാണി. ആ പേരെന്താ? ചിഞ്ചു മഞ്ജു. ഇത് മിസ്റ്റർ KP. ഇവരുടെ വലിയ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇത്രയും അധികം പെട്ടികളും കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് ചിഞ്ചുവിൻ്റെ ബാഗാണ്, ഇത് എൻ്റെയാണ്, ജിയോൻ്റെയാണ്. ഇത് മറ്റേ എവറസ്റ്റ് കുടുംബി കീഴടക്കാൻ പോലെ KP വന്നിരിക്കണ വലിയൊരു 80 ലിറ്ററിന്റെ ബാഗ് കൊണ്ട്. എന്തായാലും വണ്ടി ഫുള്ളായി. വണ്ടി ഈ വലിയ വണ്ടി എടുത്തത് നന്നായിട്ടാ. ഇതിപ്പോ ഫുള്ളായില്ല വണ്ടി. ഇതിന് റിവേഴ്സ് ക്യാമറ ഇല്ല, അതിൽ കൂടെ കാണടക്കേ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour ട്രാവൽ ചെയ്ത് നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് കുറേ റെസ്റ്റോറൻറ്റ്സ് കണ്ടിട്ട് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. ഇതിൻ്റെ പേര് ഡൈനിങ് റെസ്റ്റോറൻറ്റ് ആൻഡ് ലോഡ്ജ്. കണ്ടിട്ട് അത്യാവശ്യം രസമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി ഇവിടെ നിർത്തി നമ്മളിപ്പോൾ എന്തായാലും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. KPക്ക് എന്താ വേണ്ടത്? KPക്ക് ട്രഡീഷണൽ വേണം. എന്തൊക്കെയുള്ള സാധനങ്ങൾ? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അത് മസാല ദോശയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. സോ വി ആർ ഗോണ സ്റ്റാർട്ട് അവർ ജേർണി അഗെയിൻ. നീണ്ട 10-12 മണിക്കൂർ ഇങ്ങനെ കിടക്കുകയാണ്. 2 കുപ്പി വെള്ളം പിടിച്ചിട്ടുണ്ട്. പോലെ അപ്പോൾ എന്താ നിൽക്കണം പിന്നെ വരിക. നമ്മളപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് 3.5 മണിക്കൂറായി. 150 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ആസാമൊക്കെ നല്ല എന്താ പറയുക, ക്ലീനാണ്, നീറ്റാണ്, അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. റോഡൊക്കെ അടിപൊളിയാണ്. നമുക്ക് അടുത്ത റോഡ് ഡീവിയേഷൻ വരുന്നതിന് 174 കിലോമീറ്റർ ആയിട്ട് അടുത്തൊരു ഡീവിയേഷൻ തന്നെയുള്ളൂ. അടിപൊളി. നമ്മൾ വിചാരിച്ച പോലെയല്ല. പരിഹരിക്കും, നിങ്ങളതിന് വിചാരിക്കാൻ പോയതില്ല. ടോട്ടൽ നമുക്കിനി ഇന്ന് ജസ്റ്റ് 473 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാനുള്ളൂ. നമ്മള് റോട്ടിലൂടെ പോകുമ്പോഴേ നമ്മൾ സ്റ്റവ് അന്വേഷിച്ചില്ല ഡക്കാത്തറോണില്. ഇവിടെ വന്നപ്പോൾ സാധനം കണ്ടു. दस दिन के ओके 10 दिन के लिए सेट कितने है भैया? 1200 രൂപയുള്ളൂ. അടിപൊളി. KP സന്തോഷമായില്ലേ? സാധനം കിട്ടിയില്ലേ? അവർ KPയുടെ കയ്യിലാണ് മൊത്തം. ആസാമിലെത്തിയിട്ട് കട്ടൻ ചായ കുടിക്കാണ്ട് പോയാൽ മോശം. നമ്മള് മെയിൻ ആയിട്ട് സാധനം ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല സ്ഥലങ്ങളാണ്. ഇപ്പോൾ ടെന്റ് പിച്ച് ചെയ്യുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു, ചായ കുടിക്കും. ചായയുടെ അവസ്ഥക്ക് എന്താണെന്ന് ചോദിച്ചറിയാം. നന്നായിരുന്നു. അതെ, കുറച്ച് മധുരം കൂടി. 1200 രൂപയ്ക്ക് അത്യാവശ്യം നമുക്ക് രാവിലെ നേരത്തെ പോകണമെങ്കിൽ കുറച്ച് മാഗി മേടിച്ച് വെച്ചാൽ, മുട്ടയും മേടിച്ച് വെച്ചാൽ കഴിക്കാം. ഒരു ചീഞ്ചട്ടി ഉണ്ടായാൽ മതി. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ നിറച്ചിരിക്കുകയാണ്. ഇനി കത്തിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യെസ് പെർഫെക്റ്റ്ലി വർക്കിംഗ്. പൈസ കൊടുത്തോളൂ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കാറിലാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ലൈക്ക് നാഷണൽ പാർക്കിൻ്റെ അകത്തേക്കല്ല, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ബോർഡുകളുണ്ട്, ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. വൺ ഹോൺഡ് റൈനോ. ഇത് ഇവിടെ മാത്രമേ കാണുള്ളൂ ഈ വൺ ഹോൺ ട്രെയിനോ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ലൈഫിൽ നമ്മൾ സമനിരപ്പിൽ ഈ മൂന്നാറിലൊക്കെ നല്ല ഹിൽ സ്റ്റേഷനിൽ തേയില കണ്ടുണ്ട്. ഇവിടെ നമുക്ക് സാധാരണ പക്ഷേ ടെമ്പറേച്ചറൊക്കെ 32 ഡിഗ്രി ചൂടൊക്കെ ഉണ്ട്. ഈ ചൂട്ടത്തൊക്കെ എങ്ങനെയാണ് ബാക്കിൽ ചിഞ്ചുരുന്നിട്ട് എന്താണ് പറയണത്? അതേ തേയില കേട്ടോ. അതെ, ഇതൊക്കെ തേയില. സ്ത്രീകളൊക്കെ താഴ്ത്ത് അല്ല, ഇവിടെ പുല്ലാണ്, അതുകൊണ്ട് തേയില. എന്തായിരിക്കും ഇവിടുത്തെ സെറ്റപ്പ്? ഇത്ര ലോ ലെവലിൽ തേയില വെച്ചാൽ ലോ ലെവൽ അല്ലാത്ത ഉയരം കുറഞ്ഞ ടയർ ടേസ്റ്റ് കൂടുന്നല്ലോ. ലാലേട്ട അങ്ങനെയല്ല പറയുന്നത്. ലാലേട്ട പറഞ്ഞ ഉയരം കൂടുന്നവരും തേയിലക്ക് തേയില പറിച്ച് വെള്ളത്തിലിട്ടാ എന്റെ ചേച്ചി ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 3-6 രൂപ ഇപ്പൊ കുറെ തേയില പറിച്ചു കൊടുന്നേക്കാം. ആളെ ഇത് വെച്ച് ചായ ഉണ്ടാക്കാതെ വലിയ ഡോക്ടറാ. നമ്മളിപ്പോൾ തന്നെ കാസിരംഗ നാഷണൽ പാർക്ക് ജസ്റ്റ് ക്രോസ് ചെയ്തു. നമ്മൾ ഒരു 12 റൈനോസിന് മിനിമം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ക്യാമറയിലെല്ലാം കാണിച്ചാലുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പുറത്ത് പോകുമ്പോൾ കുറച്ച് ആനകളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇത് സഫാരിക്ക് കൊണ്ടുപോകുന്ന ആനയാണോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ കുറച്ച് 3-4 ആനകളെ ഈ റോഡിൽ കാണുന്നു. പിന്നെ ആനകൾ നമുക്കൊരു പുത്തിരിയല്ല, നമ്മൾ ഇഷ്ടംപോലെ ആനകളെ കണ്ടിട്ടാണല്ലോ വരുന്നത്. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഇടയിൽ വെച്ചിട്ടേ കുറേ ടീ ഗാർഡൻസ് ഉണ്ട്, നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ഥലത്ത് ഒരുപാട് വർക്കേഴ്സ് ഉള്ള സ്ഥലം കണ്ടു. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ഫുൾ ഹിൽ സ്റ്റേഷൻസ് അല്ല ടീ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആസാമിൽ ഫുള്ള് ഈ ലോ ലയിങ് ഏരിയാസിലാണ് ഈ ടീകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരെ കണ്ടപ്പോൾ നിർത്തിയതാണ് നമ്മുടെ വിഷ്വൽസ് എടുക്കാമെന്ന് കരുതിയിട്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു നോക്കൂ. ഒന്നും പറയുക തല്ലില്ല എന്തായാലും, ബിക്കോസ് നിങ്ങൾ പറയണത് എന്താ അവർക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് പറഞ്ഞ് ഇങ്ങോട്ട് മനസ്സിലാവില്ല. ഇവിടെ ഫുള്ള് ഒരു മറ്റേ കൈ കൊണ്ടാണ്. നമ്മുടെ അവിടെയൊക്കെ നമ്മളിപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മെഷീൻസ് ആക്കി തുടങ്ങിയില്ലേ അവിടെ കംപ്ലീറ്റ്ലി. ഇത് ഏത് ഭാഷ സംസാരിക്കണേ? ഹിന്ദി അറിയും? ഓ മൈ ഗോഡ്, വലിയ തോട്ടം ഉണ്ടാവും. ഇഷ്ടംപോലെ പണിക്കാരുണ്ട്, ഒരുപാട് പണിക്കാർ. കൊള്ളാം, നൈസ്.
അടുത്ത ഫാക്ടറി ഇവിടെ അടുത്ത ഫാക്ടറി ഉണ്ട്, അടുത്താണ്. അങ്ങോട്ട് ഉസ് തരഫേക്ക് ഇത് തൊപ്പി. പണിക്കിറങ്ങിയതാണോ? ഓ, അപ്പൊ ഡോക്ടർ പണിയൊക്കെ നിർത്തിയിരി തേയില പറക്കില്ല പണിക്കിറങ്ങി. ആയിക്കോട്ടെ, പണി ആരംഭിച്ചോളൂ. പക്ഷെ പറക്കറിയോ? ഏതല്ലേ വർക്ക് ചെയ്യാ? അറിയാം, ലൈറ്റ് ഗ്രീൻ കളറുള്ള. ആയിക്കോട്ടെ, പോയി പറിച്ചോളൂ. നമുക്ക് അവരോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നിൽക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. സമയം ഇപ്പോൾ ഓൾറെഡി 3:45. പക്ഷെ പ്രോബ്ലം എന്താണെങ്കിൽ ഇവിടെ ഒരു 4 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവുന്നാണ് പറയുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ബിക്കോസ് ഇനിയും നമുക്കൊരു 300 കിലോമീറ്ററോളം ഇനിയും ഡ്രൈവ് ചെയ്യാണ്ട്. സോ നമ്മുടെ ബാഗ് എടുത്ത് പോവാണ്. നമുക്ക് അടുത്തൊരു നല്ല ഏതെങ്കിലും സ്പോട്ട് കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണിച്ചു തരാം. കുറേ ലോങ് ഡ്രൈവ് ഉണ്ട്. കണ്ടമാനം. പിന്നെ ഞാൻ എൻ്റെ വ്ളോഗ്സ് ഭയങ്കര ഒരു 10-15 മിനിറ്റ്സ് ചെറിയ വ്ളോഗ്സ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് Day 1, Day 2, Day 3 അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദീർഘമായ ഒരു 7 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം വൈകുന്നേരം 3:30 രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ സ്റ്റോപ്പ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു 370 കിലോമീറ്റർ കവർ ചെയ്തു. നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് റോയിൻ എന്ന് പറഞ്ഞ സ്ഥലം സ്റ്റേ ചെയ്യാനാണ്. നമുക്ക് അവിടേക്ക് ഇനിയും ഒരു 275 കിലോമീറ്റർ കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് ചെറിയ ബ്രേക്ക് വേണ്ട യാത്ര തൊട്ട്. ഇവിടുത്തെ ചായ ഭയങ്കര ചെറിയ കപ്പില കിട്ടുക അല്ലേ? ആവശ്യം പോലെ തേയിലുണ്ടല്ലോ, കുറച്ച് കൂടുതൽ. അതെ, സത്യല്ലേ? ഇഷ്ടം പോലെ തേയിലുണ്ട് പുറത്ത്. ഇനി ഒരു ഈ ചിത്രാണെങ്കിൽ അസാം ചായ എങ്ങനെയുണ്ട്? കുടിച്ചു നോക്കും, എങ്ങനെയുണ്ട്? വലിയ വെച്ചൊന്നുമില്ല. സമയം ഇപ്പം എക്സാക്ട്ലി ഒരു 4:30 കൊണ്ട് ഇവിടുത്തെ സൺസെറ്റ് ആയി കഴിഞ്ഞു. സ്റ്റിൽ നമ്മൾ അസാമിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ പോകുന്ന റോയിൻ എന്ന ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയറിൻ്റെ ഇന്ത്യയിലെ ലാസ്റ്റ് ടൗൺഷിപ്പാണ്. ബിക്കോസ് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് നാളെ റോയിൻ നമ്മൾ പോകുന്ന സ്ഥലം അനിനി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അഗെയിൻ റോയിൻ വരെ ഫുൾ മൗണ്ടൻ റോഡ്സ് ആണ്. ഇപ്പോൾ മൗണ്ടൻ റോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതും 9 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റ് ഡ്രൈവ് ചെയ്താലും കുഴപ്പമില്ല. നാളെ മൗണ്ടൻ റോഡുകളിൽ നമുക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ റിസ്ക്കിയാണ്. നമുക്ക് സ്ഥലം ടെറൈനൊന്നും നമുക്ക് അറിയില്ല. അത്ര ദൂരം ഡ്രൈവ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 9:30, 9:45 ആകുമ്പോഴേക്കും നമ്മൾ റോഡിന് എത്തും. സോ എൻ്റെ ആസാം നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ യാത്ര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. 5:30 സമയമുണ്ടോ? കൂരി ഇരുട്ടാണ്. നമ്മുടെ നാട്ടിലെ ഒരു 8 മണിയായ ഫീലാണ് ഒരു 5 മണിയാകുമ്പോൾ. നമ്മളപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ തിൻസൂക്ക എന്ന് പറയുന്ന ഒരു ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഡിന്നർ കഴിക്കാൻ പോയിരിക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു സാധനം കൊണ്ടുവന്നത് ഒരു പിസ്സ സെൻ്ററാണ്. US പിസ്സ ആണ്. പിസ്സ കഴിച്ചിട്ട് ഇപ്പം സമയം 7:30 ഈ നമ്മുടെ നാട്ടിൽ 7:30 പോലെ ഇവിടുത്തെ 7:30 ഭയങ്കര ഇരുട്ടാണ്. നമ്മൾ പിസ്സ ഷോപ്പാന്ന് വിചാരിച്ചു വന്നാണ്. പക്ഷേ പിസ്സ ഷോപ്പ് മാത്രമല്ല, അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് വളരെ ക്യുക്കായിട്ട് കഴിച്ചിട്ട് വേഗം പോവാം. ഡിന്നറെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഫുഡ് ദുരന്തമായിരുന്നു. ഞാനൊരു കാട്ടി റോള് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാട്ടി റോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് ഇനിയും 2.5 മണിക്കൂറുണ്ട്. 11 മണിക്കെങ്കിലും നമുക്ക് നമ്മുടെ ഹോം സ്റ്റേ എത്തിക്കഴിഞ്ഞാലാണ് നാളെ രാവിലെ 5 മണിക്ക് എത്തി പോകാൻ പറ്റുള്ളൂ. നാളെ വീണ്ടും ഒരു 11 മണിക്കൂർ യാത്ര. രാവിലെ 6:00 ഇറങ്ങുന്നതാണ്. ഇപ്പം സമയം 8:30-8:45. ബേസിക്കലി ലാസ്റ്റ് 14 മണിക്കൂറായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിലായിരുന്നു. ഈ കാണുന്ന ടൗൺ ആണ് തിൻസൂക്ക. ഇത് അസാമിലെ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് ടൗൺ ആണ്. തിൻസൂക്ക കഴിഞ്ഞാൽ നമ്മൾ പയ്യെ അരുണാചൽ പ്രദേശിട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ നമ്മളിപ്പോൾ വയനാടൊക്കെ ആകുമ്പോൾ അടിവാരം എന്ന് പറയില്ല, അടിവാരം പോലെ സ്ഥലമാണ് നമുക്ക് ഈ റോയിങ് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് റോയിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൺ ദ വേ വരുമ്പോൾ ഒരു ഹോം സ്റ്റേ വിളിച്ച് ബുക്ക് ചെയ്തു. 2,500 രൂപ അല്ല 2,000 രൂപ റൂം എന്ന റേറ്റിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ രാത്രി 11 മണിക്ക് അവിടെ എത്തുള്ളൂ. എത്തി നമ്മൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ചെക്കൗട്ട് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്. ഇറ്റ് വാസ് എ വെരി ലോങ് ആൻഡ് ടയറിങ് ഡേ. നമ്മൾ വലിയൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. എത്ര ലെങ്ത്താണെന്നൊന്നും അറിയില്ല. ബ്രഹ്മപുത്ര നദീനെ ക്രോസ് ചെയ്ത ബ്രിഡ്ജാണ്. ബേസിക്കലി ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചുകൂടി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ആസാം ക്രോസ് ചെയ്യാണ്. ഭയങ്കര വലിയ ബ്രിഡ്ജാണ്. 2-3 കിലോമീറ്റർ ഉണ്ടാവില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 കിലോമീറ്ററായി. വലിയൊരു ബ്രിഡ്ജാണ്. നീണ്ട ഒരു 600 കിലോമീറ്റർ ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ അരുണാചൽ പ്രദേശിലോട്ട് കയറുകയാണ്. ഇപ്പോൾ ഇത് ആസാം അരുണാചൽ പ്രദേശ് ബോർഡറാണ് ഈ കാണുന്നത്. നമ്മൾ ജസ്റ്റ് അരുണാചൽ പ്രദേശിലോട്ട് കയറി. ഇനി നമുക്കൊരു 21 കിലോമീറ്റർ കൂടി ഉണ്ട് റോയിൻ എന്ന സ്ഥലത്തോട്ട് എത്താനായിട്ട്. നമ്മൾ ILP എടുത്തിട്ടുണ്ട്. ILPയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് പറയുന്നതായിരിക്കും. എങ്ങനെയാണ് ILP എടുക്കാം, അതിന് എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിലുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി നല്ല ടയേർഡായി. അതൊന്നും പറയാനുള്ള ആരോഗ്യമില്ല ഇനി. ഇവിടെ കാണിക്കേണ്ടി വരും. ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെൽക്കം ടു ലോവർ ദിബാങ് വാലി. ദിബാങ് വാലിയാണ് അത് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ആൾ പാസ് കാണിക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ. പാസ് ഉണ്ടോ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞ് പൊക്കോളം പറഞ്ഞു. സിമ്പിൾ പരിപാടി. അങ്ങനെ നീണ്ട 13 മണിക്കൂർ കറക്റ്റ് കേട്ടോ. 13 മണിക്കൂർ ഡ്രൈവ് മാത്രം. പിന്നെ ഇടയിൽ സ്റ്റോപ്പുകൾക്ക് വേറെ ഉണ്ട്. 13 മണിക്കൂറും ഡ്രൈവും 640 കിലോമീറ്ററും ഫസ്റ്റ് ഡേ കവർ ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ് കൂടി ഹോം സ്റ്റേയിൽ എത്താൻ. നേരെ ചെല്ലുന്നു, പെട്ടി ഇറക്കി വെക്കുന്നു, ഉറങ്ങുന്നു. വേറെ ഒരു പരിപാടിയില്ല. രാവിലെ എഴുന്നേറ്റ് കുളി. രാവിലെ 5:45 വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സൈക്കോളജി ആയിരിക്കും ആൾക്കാർ. ഇതാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോം സ്റ്റേ. ഞങ്ങളൊരു മിനിമം ഒരു 6-7 ഹോം സ്റ്റേ വിളിച്ചു. എല്ലാം ഫുള്ളായിരുന്നു.
അങ്ങനെ അവസാനം കിട്ടിയതാണിത്. ഇത് നമുക്ക് 2 റൂമിനും കൂടി ഒരു 3800 രൂപ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഒരു പൈസ സെറ്റിൽ ചെയ്തോട്ടെ. അപ്പോൾ ഇത് നമുക്കൊരു ഇവിടെ ഒരു ഹാളുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ടു, വിസ്തരിച്ച റൂം. വെറും 2000 രൂപ കിട്ടിയ റൂമാണ്. കണ്ടു, ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെയും ഒരു ബെഡുണ്ട്. 2000 രൂപേനായുള്ളൂ. അത് ഞങ്ങൾ രാത്രി ബുക്ക് ചെയ്യുന്ന കുറച്ച് റേറ്റ് കുറച്ച് തന്നാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് KPയുടെ റൂം മുറി. ഇവരിപ്പുറത്താണ്. കണ്ടു, ഇവിടെയും 2 ബെഡുണ്ട്. ഇതിന് 1800 രൂപ അങ്ങനെ എന്തോ റേറ്റ് മേടിച്ചത്. ചുടുവെള്ളം ബെഡിലൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പറ്റിയപ്പോൾ ഉണ്ടല്ലോ 11 മണിയായി. നാളെ രാവിലെ 5 വരെയ്ക്ക് ഞങ്ങളിട്ട് പോവുകയും ചെയ്യും. സോ ഇറ്റ്സ് എ നൈസ് ഡീൽ. ഇനി സംസാരിക്കാനുള്ള ആരോഗ്യമില്ല. സോ സീ യു ടുമോറോ.